പാകിസ്ഥാൻ എയർഫോഴ്സ് അടുത്തിടെ ചൈനീസ് FC-310 ഗിർഫാൽക്കൺ എന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ ഒരു ദൃശ്യം നൽകുന്ന ഒരു വീഡിയോ അതിന്റെ ആധുനികവൽക്കരണ ഡ്രൈവിന്റെ ഭാഗമായി പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ പ്രതികരണം എന്ന നിലയിൽ പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തിയിൽ ഗഗൻ ശക്തി എന്ന വൻ യുദ്ധാഭ്യാസം ഇന്ത്യൻ വ്യോമസേന ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഈ 10 ദിവസത്തെ യുദ്ധ ഗെയിമുകളിൽ പാകിസ്ഥാനെയും ചൈനയും ഒരേ സമയം നേരിടാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് പരിശോധിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗഗൻ ശക്തി 2024-2018 നടന്ന അവസാന ഓൾ എയർഫോഴ്സ് അഭ്യാസത്തെക്കാൾ വലുതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഗഗൻ ശക്തി 2018 1150-ലധികം വിമാനങ്ങൾ ചേർന്ന് 13 ദിവസത്തിനുള്ളിൽ 11,000 സോർട്ടികൾ നടത്തിയിരുന്നു എന്നതിൽ നിന്നും ഈ അഭ്യാസത്തിന്റെ പ്രാധാന്യം വ്യക്തമാകുന്നു. 2024 ഏപ്രിൽ 1 മുതൽ ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന് സംയോജിത യുദ്ധ പോരാട്ട തന്ത്രങ്ങളും കഴിവുകളും പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി വടക്ക് നിന്ന് തെക്കോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുമുള്ള ഏതാണ്ട് മുഴുവൻ വ്യോമസേനയും സജ്ജമാക്കും. 2018 ഗഗൻ ശക്തിയുടെ സമയത്ത് എല്ലാ ഭൂപ്രദേശ പ്രവർത്തനങ്ങളും, അതായത് മരുഭൂമി, ഉയർന്ന ആൾട്ടിറ്റ്യൂഡ്, സമുദ്രം, പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നിവ ഇന്ത്യൻ വ്യോമസേന കവർ ചെയ്തിരുന്നു. അതോടൊപ്പം ഏരിയൽ കോമ്പാറ്റ്, എയർ ടു സർഫസ് കോമ്പാറ്റ്, പാരട്രൂപ്പർ ആക്രമണം, മെഡിക്കൽ ഇവാക്വേഷൻ എന്നിവയിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആദ്യഘട്ടം പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ ആരംഭിക്കുകയും അവിടെ സുഖോയ് 30 MG വിമാനങ്ങളും മാരിടൈം ജാഗ്വർ യുദ്ധവിമാനങ്ങളും ചേർന്ന് പടിഞ്ഞാറൻ കടൽ തീരത്ത് ലക്ഷ്യമിടുന്നതിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. രണ്ടാം ഘട്ടത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചൈന അതിർത്തിക്കടുത്തുള്ള കിഴക്കൻ ഇടനാഴിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. 2018 അഭ്യാസത്തിൽ ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന് ഇന്ത്യൻ വ്യോമസേന സമുദ്ര ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പരിശീലിച്ചിരുന്നു. തെക്കൻ ഉപദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും താവളങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാസ്തികൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും അടുത്തിടെ നടത്തിയ പൈറസി വിരുദ്ധ ഓപ്പറേഷനിൽ ഈ സമന്വയത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെ പ്രതിഫലിച്ചിരുന്നു. 2018 അഭ്യാസങ്ങൾക്ക് ശേഷം തദ്ദേശീയമായ LCA വിമാനങ്ങളുടെ കാര്യക്ഷമത ഇന്ത്യൻ വ്യോമസേന പരീക്ഷിക്കുകയും ആകാശ് മിസൈൽ സംവിധാനം സാധൂകരിക്കുകയും ചെയ്തു. അതോടൊപ്പം നവീകരിച്ച മിറാഷ് 2000 MiG-29 വിമാനങ്ങൾ പ്രവർത്തന പരിസ്ഥിതിയിൽ പരീക്ഷിക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ വ്യോമസേന 2018 അഭ്യാസങ്ങൾക്ക് ശേഷം കൂടുതൽ ശക്തപ്പെട്ടു. പാകിസ്ഥാനുമായുള്ള അതിർത്തി കടന്ന് ലക്ഷ്യങ്ങൾ തകർത്ത ഓപ്പറേഷൻ ബലാക്കോട്ടിനും തുടർന്നുള്ള പാകിസ്ഥാന്റെ സ്വിഫ്റ്റ് റിട്ടോട്ടിനും ശേഷമാണ് 2024 ഗഗൻ ശക്തി അഭ്യാസം വരുന്നത് എന്നതിനാൽ ഇവയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. കൂടാതെ 2018 അഭ്യാസത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേന ഫ്രഞ്ച് യുദ്ധവിമാനമായ റഫാൽ, തദ്ദേശീയമായ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററായ പ്രചണ്ഡ്, C-295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്നിവയും സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സുഖോയ് യുദ്ധവിമാനങ്ങളുമായി ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെയും വ്യോമസേന സംയോജിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം MBDA വികസിപ്പിച്ച് നിർമ്മിച്ച മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുമായി ഫ്രഞ്ച് റഫാലും ഇന്ത്യൻ വ്യോമസേനയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ വ്യോമസേന റഷ്യൻ S-400 സർഫസ് ടു എയർ മിസൈലുകളോടൊപ്പം തദ്ദേശീയമായ അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളും അതിന്റെ ഇൻവെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദീർഘദൂര മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഫയർ പവർ മികച്ച രീതിയിൽ വർദ്ധിപ്പിച്ചു എന്നതും ശ്രദ്ധേയമാണ്. LCA തേജസ് 2016 ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവേശിച്ചുവെങ്കിലും പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ എയർബേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി 2 LCA സ്ക്വാഡ്രോണുകളെ ഡിറ്റാച്ച്മെന്റിലേക്ക് അയക്കുന്നത് അടുത്തിടെ മാത്രമായിരുന്നു. കൂടാതെ 2023 ജമ്മു കാശ്മീരിലും LCA തേജസ് യുദ്ധവിമാനം വിന്യസിക്കപ്പെട്ടു. തേജസിന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വൈകല്യം എന്നത് അത് യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതും ഒരു വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടില്ല എന്നതുമാണ്. കാരണം അതിന്റെ ഇന്ത്യൻ പെനിൻസുലാർ വിന്യാസം അർത്ഥമാക്കുന്നത് തേജസ് ഒരു സമാധാന സമയത്തെ യുദ്ധജെറ്റാണ് എന്നതാണ്. എന്നാൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ അഭിമുഖീകരിക്കുന്ന ഇന്ത്യയുടെ ഫോർവേഡ് എയർബേസുകളിൽ ഒന്നിൽ തേജസിനെ സ്ഥിരമായി വിന്യസിച്ചാൽ ഈ വൈകല്യമെല്ലാം മാറുമെന്ന് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയുടെ അസ്ഥിരമായ 2 അതിർത്തികളിലും തേജസിന് എയർ പെട്രോളിംഗ് നടത്താൻ കഴിയുമെന്നതിനാൽ തേജസ് ഒരു അപകടകാരിയായ യുദ്ധവിമാനമായി മാറുന്നു. ഗഗൻ ശക്തി 2024 പുതിയതായി ഇന്ത്യൻ വ്യോമസേന നേടിയ കഴിവുകൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. 2024 ഏപ്രിൽ 1 മുതൽ 10 വരെ ഇന്ത്യൻ വ്യോമസേന പുറപ്പെടുവിച്ച നോട്ടം യുദ്ധ ഗെയിമുകളുടെ വ്യാപ്തിയുടെ സൂചന നൽകുന്നു. ഒരു ഫ്ലൈറ്റ് റൂട്ടിലോ ഫ്ലൈറ്റിനെ ബാധിച്ചേക്കാവുന്ന സ്ഥലത്തോ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് എയർക്രാഫ്റ്റ് പൈലറ്റുമാരെ അറിയിക്കാൻ ഒരു ഏവിയേഷൻ അതോറിറ്റിക്ക് സമർപ്പിച്ച അറിയിപ്പാണ് നോട്ടം എന്നത്. ചൈനയുമായുള്ള ബന്ധം വഷളായതോടെയാണ് ഗഗൻ ശക്തി 2024 വരുന്നത് എന്നും ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു.
ഗാൽവാൻ താഴ്വരയിലെ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ ചൈനയുടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ വൻതോതിലുള്ള സേനാവിന്യാസത്തിലേക്ക് നയിച്ചു. അതോടൊപ്പം സേനയുടെ വേഗത്തിലുള്ള പ്രതികരണത്തിൽ ഇന്ത്യൻ വ്യോമസേനയും പ്രധാന പങ്ക് വഹിച്ചു. ചൈനയെ നിലയ്ക്ക് നിർത്തുന്നതിന്റെ ഭാഗമായി കിഴക്കൻ ലഡാക്കിൽ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററും ഇന്ത്യൻ വ്യോമസേന വിന്യസിച്ചിരുന്നു. അതോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യൻ വ്യോമസേനയുടെ വ്യാപ്തി തെളിയിക്കാൻ റഫാൽ വിമാനങ്ങൾ ദീർഘനേരം പറക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന യുദ്ധാഭ്യാസങ്ങൾ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കൂടാതെ ഇന്ത്യൻ സൈന്യം പുതിയതായി സ്വന്തമാക്കിയ സ്വാം ഡ്രോണുകളും ഈ യുദ്ധ ഗെയിമുകളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം ഉടൻ തന്നെ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ഇൻവെന്ററിയിൽ സ്വാം ഡ്രോണുകൾ ഉൾപ്പെടുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 1987 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ദക്ഷിണേഷ്യയിൽ നടന്ന ഏറ്റവും വലുതും വിവാദപരവുമായ സമാധാനകാല സൈനികാഭ്യാസങ്ങളിലൊന്നായ ബ്രാസ്റ്റാക്കിന്റെ അവസാന ഘട്ടം ഇന്ത്യൻ സൈന്യം ആരംഭിച്ചപ്പോൾ 1000 കവചിത വാഹനങ്ങൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മരുഭൂമിയിൽ അണിനിരന്നിരുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും 120 മൈൽ മാത്രം അകലെ നടത്തിയ 1,50,000 സൈനികരെ അണിനിരത്തിയ യുദ്ധ ഗെയിമുകളുടെ വ്യാപ്തി യൂറോപ്പിലെ നാറ്റോ സഖ്യകക്ഷികൾ നടത്തിയ അഭ്യാസത്തെക്കാൾ വലുതായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആകസ്മികമായൊരു യുദ്ധം ആരംഭിക്കുമെന്ന് രാജ്യങ്ങൾ ഭയന്നതോടെ ബ്രാസ്റ്റാക്സ് അഭ്യാസം ലോകം മുഴുവൻ അറിയപ്പെട്ടു. നൂതന ഇലക്ട്രോണിക് ടാങ്ക് യുദ്ധത്തിന്റെ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെ ഈ അഭ്യാസം അടയാളപ്പെടുത്തിയിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ചില സൈന്യങ്ങൾ മാത്രം കൈവശം വെച്ചിരുന്ന കമ്പ്യൂട്ടറുകളുടെയും യന്ത്രവൽകൃത യൂണിറ്റുകളുടെയും ഉപയോഗവും ഈ അഭ്യാസം പ്രകടമാക്കിയിരുന്നു. 1987 ജനുവരി ആയപ്പോഴേക്കും മരുഭൂമികളിലൂടെയും വടക്കൻ ഹിമാലയത്തിലൂടെയും സഞ്ചരിക്കുന്ന 250 മൈൽ നീളമുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 3,40,000 സൈനികർ അണിനിരന്നിരുന്നു. ബ്രാസ്റ്റാക്സ് അഭ്യാസത്തിനു ശേഷം നിലവിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ടു പോയി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് പ്രതിരോധ നിലപാടിൽ നിന്നും മാറി സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ഉറച്ചു നിൽക്കുന്നു. അതിനാൽ തന്നെ നിലവിൽ നടക്കുന്ന ഗഗൻശക്തി അഭ്യാസം ഇന്ത്യയുടെ ഈ വീക്ഷണം പ്രതിഫലിപ്പിക്കുന്നു. ഗഗൻശക്തി 2024 മുന്നോടിയായി താർ മരുഭൂമിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഒരു മെഗാ ഫയർ പവർ പ്രദർശനമായ വായുശക്തി അരങ്ങേറിയിരുന്നു. ഗഗൻശക്തിയെ തുടർന്ന് ഓഗസ്റ്റിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ ബഹിരാഷ്ട്രാഭ്യാസമായ തരംഗശക്തി നടക്കും. അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ എന്നിവർ കൂടാതെ അയൽ രാജ്യങ്ങളും മറ്റ് സൗഹൃദ രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്ത്യൻ വ്യോമസേന നിലവിൽ മിക്കവാറുമുള്ള എല്ലാ ബഹുമുഖ വ്യോമാഭ്യാസങ്ങളിലും പങ്കെടുത്തു പോരുന്നു. 2022 റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് അതിന്റെ ഡാർവിൻ എയർബേസിൽ നടത്തിയ എക്സർസൈസ് പിച്ച് ബ്ലാക്ക് 22 ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്തിരുന്നു. ഇന്ത്യയ്ക്കൊപ്പം 17 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമസേന ഇതിൽ പങ്കെടുക്കുകയും ഇന്ത്യൻ വ്യോമസേന 4 സുഖോയ് 30 MKയും 2 C-17 ഉപയോഗിച്ച് ഇതിൽ പങ്കുചേരുകയും ചെയ്തു. 2023 ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ 2 C-17, 2 IL-78 എന്നിവ ഫ്രാൻസിലെ എക്സർസൈസ് ഓറിയോണിൽ പങ്കെടുത്തു. ജർമ്മനി, ഗ്രീസ്, ഇറ്റലി, നെതർലാൻഡ്, UK, സ്പെയിൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമസേനകളും ഈ അഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം കെയ്റോ എയർബേസിൽ നടന്ന എക്സർസൈസ് ബ്രൈറ്റ് സ്റ്റാർ 23 ആദ്യമായി ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്തിരുന്നു. അമേരിക്ക, സൗദി അറേബ്യ, ഗ്രീസ്, ഖത്തർ എന്നീ രാജ്യങ്ങളും ഈ അഭ്യാസത്തിൽ പങ്കെടുത്തു. ചുരുക്കി പറഞ്ഞാൽ അഭ്യാസങ്ങളിൽ പങ്കെടുത്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി മാറാനുള്ള ഇന്ത്യയുടെ ആഗ്രഹങ്ങൾക്ക് ശക്തി പകരുകയാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ.